വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. മാങ്ങ അച്ചാർ, മാങ്ങ മേടിച്ചു. അപ്പം അച്ചാറിടാൻ വേണ്ടിയാണ്. ഞാനപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കുവാണ്. ഇന്ന് ഞാനെല്ലാം കുക്ക് ചെയ്യുന്നത് അമ്മയാണ്, മൈ മദർലോ. പുള്ളിക്കാരി നല്ല പോലെ കുക്ക് ചെയ്യും. പുള്ളിക്കാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് കറിയൊക്കെ വെച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കൽ അമ്മ ബീഫ് കറി വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഇപ്പം അച്ചാറാണ്, മാങ്ങ മേടിച്ചു, അച്ചാറിടാൻ വേണ്ടി ഞാനെല്ലാം അരിഞ്ഞു വെക്കും. അമ്മ ഇവിടെ ഇല്ല, പുറത്ത് പോയേക്കുവാണ്. പുള്ളിക്കാരത്തി വരുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കാമെന്ന് കരുതി. വന്നിട്ട് അമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം, എടുക്കാമെന്ന് ഞാൻ കരുതി. ഇന്ന് മാങ്ങ അച്ചാറിടുന്ന വീഡിയോ. അപ്പം ഞാൻ അരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ആ മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് അമ്മ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഏതായാലും ഉച്ച കഴിയും. ഏതായാലും അമ്മ വരുമ്പോൾ ഇടം വരെ പോയേക്കുവാണ്. പോയിച്ച് വരുമ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഇനി അച്ചാറിടുമ്പോൾ കാണിക്കാൻ. ബൈ ബൈ. അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറാണേ. ഇതെന്തൊക്കെ ഇട്ടേക്കുന്നേ? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില. ഇതിനി മൂക്കണം. കടുക്. ഇതിനി മൂത്ത് വരുമ്പോ എല്ലാം മൂത്ത് വന്നു കഴിഞ്ഞിട്ട് മുളക് പൊടി, അതിന്റെ കൂടെ ഒരു ശകല അച്ചാർ പൊടി. ഇങ്ങോട്ട് നോക്ക്. അച്ചാർ പൊടി. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെല്ലാം ആയി കഴിഞ്ഞ് വഴറ്റി കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് മാങ്ങ അങ്ങോട്ടിടും. മാങ്ങ ഇട്ട് ഒന്ന് ഇളക്കി ഇച്ചിരി വിനാഗിരി ഒഴിച്ച് വാങ്ങി വെക്കും. മാങ്ങ റെഡി. അങ്ങനെ അടുപ്പത്ത് കിടന്ന് അമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ അത് വാങ്ങി വെച്ചിട്ട് അതിനകത്ത് ഞങ്ങൾ അച്ചാർ പൊടി ഇടും, കുറച്ച് അച്ചാർ പൊടി ഇടും, പിന്നെ മുളക് പൊടി ഇട്ട് സെറ്റാക്കി വയ്ക്കും. ഞാൻ അമ്മയോട് ചോദിച്ചു എന്തിനാ ഇറക്കി വെക്കുക. അപ്പോൾ പറഞ്ഞു അടപ്പത്ത് വെച്ച ഇതങ്ങ് മൂത്ത് പോവും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി ഈ ചേരുവയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇടണം, ഇട്ട് ഇളക്കുക. ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണ് കേട്ടോ. അല്പസമയത്തൊക്കെ ഇളക്കി കൊടുക്കും. ശേഷം ഇച്ചിരി സ്വല്പം വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ ഒലത്തെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് ഇളക്കി കുത്തിവെക്കുക. അപ്പോൾ മാങ്ങാച്ചാർ റെഡി. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ മാങ്ങ അച്ചാർ റെഡി. വിനാഗിരി ഒഴിച്ച് അമ്മ കുറച്ച് നേരം ഒന്ന് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അടപ്പത്തുനിന്ന് വാങ്ങി താഴത്തേക്ക് വെക്കുമ്പോൾ മാങ്ങ അച്ചാർ റെഡി. ഇത് 1 ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. ഈ നെക്സ്റ്റ് അമ്മ ബീഫ് കറി വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ സ്റ്റെപ്പ് വൈസായിട്ട് തന്നെ കാണിക്കാം എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യും. ഞാനിത് പറഞ്ഞല്ലോ, അച്ചാർ അതിനകത്ത് ഇടുന്ന ഐറ്റംസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വീഡിയോ അമ്മയും കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഫസ്റ്റായിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതും, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമിക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ മാങ്ങാച്ചാർ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത അമ്മയുടെ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ. താങ്ക് യു.